ഗൈസ്, നിങ്ങൾ അറിഞ്ഞു കാണും കൊച്ചി സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഗാലറിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം, അതുപോലെ കടമുറികൾ വാടകയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇന്റർനാഷണൽ മാച്ചസ് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് നടത്താൻ കഴിയില്ല എന്നുള്ളത് ഓൾറെഡി ഉള്ള പ്രശ്നമായിരുന്നു. എന്നിരുന്നാൽ പോലും നമുക്ക് പറയാനാവുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യയിലെ പിച്ചായിരുന്നു കൊച്ചിയിലേത് എന്നുള്ളതായിരുന്നു. ഇപ്പൊ അതും തകിടം മറിയുന്നു. നമുക്കറിയാം, ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി 11,600 നർത്തകർ ഭരതനാട്യം കൊച്ചി സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ദിവ്യ ഉണ്ണിയുടെ ഒരു നേതൃത്വത്തിൽ. പക്ഷെ അന്നൊക്കെ വന്നിരുന്ന ഒരു ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യ ഉണ്ണി മാത്രമാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക, ബാക്കി എല്ലാവരും സൈഡിലായിരിക്കും കളിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചൊരു കാര്യം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ്. ഈ ഒരു പരിപാടി വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. അഴിമതി ആരോപണം, അതുപോലെ MLAക്ക് ഉണ്ടായിട്ടുള്ള അപകടം. അങ്ങനെ ഈ പരിപാടി മൊത്തത്തിൽ ഒരു ഫ്ലോപ്പായിട്ട് തന്നെ മാറിയിരുന്നു. എങ്കിലും GCDA ഒക്കെ പറയുന്നത് ഇനിയും സ്പോർട്സ് അല്ലാത്ത പരിപാടികൾക്കൊക്കെ ഈ ഒരു സ്റ്റേഡിയം വിട്ടുകൊടുക്കുമെന്നുള്ളതാണ്. ഭരതനാട്യം ആസ് ആൻ ആർട്ട് ഫോം നമ്മൾ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നിന് ഒരു നാശമുണ്ടാക്കിയിട്ടായിരിക്കരുത് അങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നമുക്ക് എത്രയോ ഗ്രൗണ്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയൊക്കെ നടത്താനായിട്ട് കൊച്ചിയിൽ തന്നെ. പക്ഷേ അതൊന്നും വരാതെ ഇപ്പം നമുക്കറിയാം ബാക്ക് ടു ബാക്ക് മാച്ചസ് ഒക്കെ കൊച്ചിയിൽ നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ 5 ദിവസത്തിനുള്ളിൽ 2 മാച്ചസാണ് നടക്കേണ്ടത്. ഇപ്പോഴത്തെ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു വിഷമിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. എന്താണെങ്കിലും GCDA ഒക്കെ ഒരു ന്യായം വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 8 മാസം മാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് അവിടെ വെച്ച് നടക്കുന്നുള്ളൂ. ബാക്കി 4 മാസം വെറുതെ കിടക്കുകയല്ലേ. അപ്പം ആ സമയത്ത് കൂടി അത് ഉപയോഗപ്പെടുത്തണം. ഈ ബാക്കി 4 മാസത്തിൽ ആ ഗ്രൗണ്ട് വെട്ടിപ്പൊളിച്ച് ഇവർക്ക് എന്തുകൊണ്ട് വാഴക്കൃഷി നടത്തിക്കൂടാ? അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാനായിട്ട് ആളുകൾക്ക് വിട്ടുകൊടുത്തുകൂടാ? പൊതുപരിപാടികൾക്കൊക്കെ വിട്ടുകൊടുത്തിട്ട് സ്റ്റേഡിയം കുഴിച്ച് പന്തലുകളൊക്കെ പണിഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഇതൊരു പബ്ലിക് ടോയ്ലറ്റ് ആക്കിയൊക്കെ വിട്ടുകൊടുത്തുകൂടാ? അങ്ങനെ വിട്ടുകൊടുത്താലും അത്ഭുതപ്പെടരുത്, അതാണ് അവസ്ഥ. ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ക്യാഷ് അടിക്കാനുള്ള മാർഗം മാത്രമല്ല, അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ കിട്ടുന്ന പണമൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ പറയും അതൊക്കെ ഒരു ദൂർത്തല്ലേ എന്നുള്ളത്. കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ പല ഇതേപോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട അവസ്ഥ ഇതൊക്കെയാണ്. സിവിക് സെൻസ് ഇല്ലാത്ത ആളുകളൊക്കെ ഇത് നോക്കി നടത്തുന്നതിൻ്റെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ സ്പോർട്സ് ലവേഴ്സിനാണ്. നമ്മൾ സാധാരണ സ്പോർട്സ് ലവറിനേക്കാൾ കൂടുതൽ കായിക താരങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇപ്പം ISL കൂടി വന്നതോടുകൂടി ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്റ്റേഡിയം ആയിട്ട് മാറിക്കഴിഞ്ഞു. അതിന് ആ ഫാൻസൊക്കെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതേവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ടൂറിസം സാധ്യതകളും ഒക്കെ ഇവർക്ക് എങ്ങനെയും റെന്റ് കിട്ടണം, മാക്സിമം പണം ഉണ്ടാക്കണം എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് എന്താണ് ഇവർ ചിന്തിച്ചിട്ടുള്ളത്? അതിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്കറിയാമല്ലോ, ഈ സ്റ്റേഡിയത്തിന് ചുറ്റും കടമുറികളാണ്. അതിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മിക്കയിടത്തും ഗ്യാസ് ഉണ്ട്. അതുകൊണ്ട് ഈ സെക്യൂരിറ്റി റീസൺസ് പോലും ഈ ഒരു മത്സരങ്ങൾ നടക്കുമ്പോഴുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഇന്റർനാഷണൽ മത്സരങ്ങൾ നടക്കാത്തത്. അല്ലാതെ മറ്റുള്ളവരൊക്കെ പറയുന്നവരെ നോർത്ത് ഇന്ത്യൻ ലോബിയൊന്നുമല്ല, ഈ സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ്. അതുകൊണ്ടാണ് മറ്റ് സൗത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ വെച്ച് നടന്നിട്ടും ഇവിടെ ഒരു മത്സരം നമുക്ക് നടത്താൻ സാധിക്കാത്തത്. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയഫ്.